Meet the editors. തീരുമാനം ഏകപക്ഷീയമോ എന്നാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇപ്പോൾ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ തീരുമാനം ഏകപക്ഷീയമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ കാര്യത്തിൽ NSSന്റെ ഭാഗത്ത് നിന്ന് അത് ജി സുകുമാരൻ നായർ പറഞ്ഞാൽ അത് NSSന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല എന്ന് കരുതുന്നവർക്ക് NSSനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. NSSൻ്റെ ഒരു സ്ട്രക്ചർ നോക്കൂ. NSSന് കരയോഗങ്ങൾ ഏതാണ്ട് 6000-അടുത്തുണ്ട്. 168 അവിടെ നിന്ന് താലൂക്ക് യൂണിയനുകളുണ്ട്. അവിടെ നിന്ന് 3 പ്രതിനിധികൾ വീതം വന്നിട്ടാണ് അവരുടെ പൊതുയോഗവും അതിനുശേഷം 21 പേരുടെ ഡയറക്ടർ ബോർഡും വരുന്നത്. ഈ സ്ട്രക്ചറിനകത്ത് സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും വളരെ വലിയ മേൽക്കോയ്മയുണ്ട്. അവരോടൊക്കെ ആലോചിച്ചിട്ടായാലും ആലോചിച്ചിട്ടല്ലെങ്കിലും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പറയുന്നതാണ് ഇപ്പോഴത്തെ NSSൻ്റെ ഔദ്യോഗിക തീരുമാനം. അതിൽ യാതൊരു തർക്കവുമില്ല. 1-2 പോസ്റ്ററോ ബാനറോ വന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു യൂണിയൻ, അത് കരയോഗമാണ്, താലൂക്ക് യൂണിയൻ അല്ല, കരയോഗം പ്രമേയം പാസ്സാക്കിയതുകൊണ്ടോ അത് NSSൻ്റെ നേതൃത്വത്തിനെതിരായ ഒരു വലിയ കലാപമായി മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത് ശബരിമല സ്ത്രീ പ്രവേശ സമയത്തും NSSനകത്ത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശരിയായില്ല, ഇങ്ങനല്ല സ്ത്രീകളുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അന്നും ഇതുപോലെ വാർത്തകളൊക്കെ വന്നതും വലിയ ചർച്ചയായി തുടങ്ങിയതും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. തൽക്കാലം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞ നിലപാടിൽ തന്നെയാണ്. സെക്രട്ടറിയാണ് ഈ കാര്യത്തിൽ അവസാന വാക്കെന്ന് നമ്മൾ ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഈ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ഈ കാര്യത്തിൽ BJP എന്ന പാർട്ടി BJPയെ കൂടെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ ഇപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ LDF പക്ഷത്തേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ BJP ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നീക്കമാകാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ടൊന്നും തുറക്കാനായില്ലെങ്കിലും ഉള്ള ഒരു അക്കൗണ്ട് പൂട്ടിയെങ്കിലും 9 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. അതിൽ 4 തിരുവനന്തപുരത്താണ്. പിന്നീട് ചാത്തന്നൂർ, പാലക്കാട്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ സ്ഥലങ്ങളിലാണ് 2ാം സ്ഥാനത്ത്. 5 50,000 വോട്ടുണ്ട്, 4 40,000 വോട്ടുണ്ട്, 15 30,000 വോട്ടുണ്ട്. ഇത്രയും ശക്തമായൊരു സാഹചര്യം വരുമ്പോൾ BJPക്കെതിരെ NSS നിലപാടെടുത്തു എന്നതുകൊണ്ട് ഒരു പക്ഷേ BJPക്ക് ഒരു അസ്വാരസ്യം വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഈ നീക്കത്തിന് പിന്നിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ആളുകളുടെ സ്വാധീനമാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ BJP അങ്ങനെ ഒരു കളിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ പിന്നിൽ BJPയെ അല്ല. എന്തുകൊണ്ടാണ്? അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP അധികാരം നേടുമെന്ന് BJPക്ക് പോലും അവർക്ക് ആഗ്രഹവുമില്ല, അങ്ങനെ നടക്കുകയുമില്ല. BJP ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാർട്ടിയാണ്. അവരുടെ ലക്ഷ്യം 2026 അതിനുശേഷം 2031 അല്ല, അതിനപ്പുറത്തേക്കാണ്. റെഡി ടു വെയിറ്റ് എന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പാർട്ടിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കോൺഗ്രസ് ജയിക്കരുത്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. കുറച്ച് വോട്ടുകൾ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് CPMൽ പോയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല, അങ്ങനെ വോട്ടുകൾ പോകണം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ഈ വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും NSSും ഇപ്പോൾ SNDPയും CPMന് അനുകൂലമായ നിലപാട് പറയുകയും BJPയെ തള്ളിപ്പറഞ്ഞാലും അതിനൊപ്പം കോൺഗ്രസിനെ കൂടി തള്ളിപ്പറഞ്ഞാലും സന്തോഷിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് BJP ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. BJP ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരമാവധി ക്ഷീണം പറ്റുകയും കോൺഗ്രസ് നാമാവശേഷമാവുകയും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി തങ്ങൾ മാറണം എന്ന് കരുതുകയും ചെയ്യുന്നവരാണ്. ഒരു തവണ നേമത്ത് അക്കൗണ്ട് തുറന്നു, അടുത്ത തവണ അക്കൗണ്ട് പൂട്ടി. പക്ഷേ ഈ അടുത്ത തവണ ഈ NSSൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും BJP 5 മുതൽ 10 സീറ്റ് വരെ ജയിക്കും എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അത് നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല കേരളത്തിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2021 അതിനുശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 11 BJP 1ാം സ്ഥാനത്ത് വന്നത്. അത്രയും സീറ്റുകളിലൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നില്ലെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥ മാറുകയാണ്. അവിടെയാണ് CPM നിർണായകമായ ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് ചുവട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. വളരെ ശക്തമായി ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിലുമൊക്കെ NSSുമായി കൈകോർക്കുന്നൊരു നിലപാട്. എന്ന് മാത്രമല്ല, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഇന്ന് പൂജാവധി 2 എന്നുള്ളത് 3 കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതിന് മറുപടിയായി ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, ഈ ഇന്ത്യ മുന്നണി വളരെ വ്യാപകമായി ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ എന്താ ജാതി സെൻസസ് വേണ്ടേ? ആ കാര്യത്തിൽ എന്താ സർക്കാർ നിലപാടെടുക്കാത്തത്? സർക്കാർ മൊത്തത്തിൽ ഭൂരിപക്ഷങ്ങളുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി കൈവിട്ട കളി കളിക്കുകയാണ്. നോക്കൂ, യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വരെ ശബരിമല സംഗമത്തിൽ വായിക്കാൻ ധൈര്യം കാണിച്ച പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, CPM ഈ കാര്യത്തിൽ എന്തൊക്കെ നിലപാടുമായി മുന്നോട്ട് പോയാലും ആ കാര്യത്തിൽ BJPക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ
വോട്ടുകൾ ഏകീകരിക്കുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അവർക്കുണ്ട് താൻ. BJPക്കൊപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ മുന്നണിയും ആ വഴിക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി നമ്മൾ കണ്ടു തുടങ്ങിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിഭയങ്കരമായി മാറുകയാണ്. BJP മാത്രമല്ല, അതായത് കോൺഗ്രസ് മുക്തം എന്നുള്ളത് ഇവിടെ CPIM സാധ്യമാക്കി കൊടുക്കുമെന്നാണോ? CPM-ഉം BJP രണ്ടുപേരുടെ ആഗ്രഹം അതാണല്ലോ. രണ്ടുപേർക്കും അടുത്ത തവണ അധികാരത്തിൽ വരണമെന്ന് ഉറപ്പായിട്ടും CPM-ന് ആഗ്രഹമുണ്ട്. ആ രണ്ടാം സ്ഥാനത്തുള്ള അവരുടെ പ്രശ്നമല്ല. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് ആരെന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അവിടെ കോൺഗ്രസിന് എത്രത്തോളം വോട്ടുകൾ കുറയാമോ അത്രത്തോളം വോട്ടുകൾ കുറയണം. ഇവിടെയാണ് NSSന് ഏറ്റവും സ്വാധീനമുള്ള സമുദായ സംഘടനകൾക്ക്, NSSനും SNDPക്കും സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള 4 ജില്ലകൾ തെക്കൻ കേരളത്തിൽ: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ ആലപ്പുഴ, വേണമെങ്കിൽ കോട്ടയം കൂടി എടുത്തു. ഈ 4 കൂടി ചേർത്താൽ 44 സീറ്റ് വരും. കഴിഞ്ഞ തവണ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? 10 സീറ്റ് പോലും തികച്ച് കിട്ടിയില്ല ഇത്രയും സ്ഥലത്തു നിന്ന്. കോൺഗ്രസിന് പിന്നെ സാധ്യതയുള്ള സ്ഥലം എറണാകുളവും ഇടുക്കിയും പിന്നെ വേണമെങ്കിൽ തൃശ്ശൂരിൻ്റെ ഒരു കഷ്ണവുമാണ്. പിന്നെ മുകളിലോട്ടുള്ളത് മുസ്ലിം ലീഗ് നോക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ കോൺഗ്രസിന് എവിടുന്നാണ് വോട്ട് വരിക? കോൺഗ്രസിന് വോട്ട് വരിക കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലെ 44 സീറ്റുകളിൽ നിന്നാണ്. അവിടെ എല്ലാ സമുദായ സംഘടനകളുടെയും പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിനില്ലെങ്കിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ NSSൻ്റെ നിലപാട് തിരുത്തുക, NSS ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കോൺഗ്രസിനാണ്. ഇനി അതുകൊണ്ട് കോൺഗ്രസ് NSSൻ്റെ ഈ നീക്കത്തിനെതിരെ നീങ്ങുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് ഒരു കാര്യം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കോട്ടയത്ത് ശബരിമലയിലെ വിഷയം പ്രഖ്യാപിക്കാനായി, നയം പ്രഖ്യാപിക്കാനായി അല്ലെങ്കിൽ നയം വിശദീകരിക്കാനായി അവർ യോഗം വിളിച്ചിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യ പ്രാസംഗികനായി വരുന്നത് UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയം ഇത്രയേ ഉള്ളൂ. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ ആരാണ് ക്ലാരിറ്റി ചോദിച്ചത്? അഭിമുഖത്തിൽ നിലപാടില്ല എന്ന് പറഞ്ഞിരുന്നു. ആർക്ക്? ക്ലാരിറ്റി ചോദിച്ചിരിക്കുന്നത് സുകുമാരൻ നായരാണ്. ആ ക്ലാരിറ്റി കൊടുക്കാനാണ് നാളത്തെ പരിപാടി. എന്ന് മാത്രമല്ല സുകുമാരൻ നായർക്ക് ഒരു മറുപടി കൂടിയാണ്. അപ്പോൾ NSSുമായി ഈ കാര്യത്തിൽ ഒരു മസിൽ പിടുത്തത്തിന്, ഒരു ചെറിയ യുദ്ധത്തിന് എന്തായാലും കോൺഗ്രസ് ഇറങ്ങുകയാണ്. വേറെ വഴിയൊന്നുമില്ല. ഇപ്പോൾ BJP ഇന്നലെയൊക്കെ ഈ കാര്യത്തിൽ എടുത്ത വളരെ ലാഘവത്തോടുള്ള നിലപാട് ശ്രദ്ധിച്ചോ? ഏതെങ്കിലും BJP നേതാക്കൾ വളരെ സജീവമായി ഈ കാര്യത്തിൽ ഒരു പാനിക് മോഡിൽ സംസാരിച്ചോ? ആകെയുള്ളത് വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് കാണാൻ പോയ BJP നേതാവിൻ്റെ ഒരു ദൃശ്യം മാത്രമാണ് നമ്മൾ കണ്ടത്. അത് പക്ഷേ എന്നിട്ടോ NSSനെ അത് ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ നിയമം ഉണ്ടാക്കിയില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയുകയും ചെയ്തു. BJP ഒരു ഘട്ടത്തിൽ NSSനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടുകൂടി ചെയ്തു. ഇന്ന് ആലപ്പുഴയിൽ പോയി സംസാരിച്ചു എന്നതിനൊന്നും അപ്പുറം ഈ കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ കൈയടി മനസ്സിൽ ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP ആണ് ഇതിനകത്തെ യഥാർത്ഥ കിങ് മേക്കറായി നിൽക്കാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കോൺഗ്രസിന് ഇതൊരു വലിയ പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ 4 ജില്ലകളിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് വല്ലാതെ ബുദ്ധിമുട്ടും. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇനി ഈ കാര്യത്തിൽ CPM-ന് നമ്മൾ പല ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ CPM-ന് കാര്യങ്ങളെല്ലാം ഒത്തുവരുന്ന രീതിയിൽ സുവർണ അവസരമാണ്. പക്ഷേ CPM കരുതുന്നില്ല ഇപ്പോൾ NSSൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് ഈ വോട്ടുകളെല്ലാം ഞങ്ങളുടെ പക്ഷത്തേക്ക് വരും എന്നൊന്നും അവർ കരുതുന്നില്ല. പക്ഷേ ഇതൊരു തരം പരിഹാരക്രിയ പോലെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്ട്രീമായിട്ട് നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്ന് പലരും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ അനുകൂല നിലപാടെടുക്കുന്ന സമയത്ത് CPM എന്താ ചെയ്തത്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച്, ചില നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തി. ചെയ്യുമ്പോൾ അങ്ങ് എക്സ്ട്രീമാണ്. ഇപ്പോൾ നോക്കൂ, ആ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. സ്വന്തം കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് CPM ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ വോട്ടുകൾ ചോരാതിരിക്കാൻ വേണ്ടി ഇനി ആ വഴിക്ക് മിണ്ടുന്നില്ല. പഴയ പോലെ പ്രകടനങ്ങൾ നമ്മൾ കാണില്ല. പക്ഷേ ഇപ്പുറത്തേക്ക് അയ്യപ്പ സംഗമം വരുന്നു. പിന്നീട് നടക്കുന്ന ന്യൂനപക്ഷ സംഗമം അതൊരു സെമിനാർ മാത്രമാണെന്ന് വിശദീകരിക്കുന്നു. ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ 3 പൂജാവധി 2 എന്നുള്ളത് 3 ആക്കി കൊടുക്കുന്നു. നോക്കൂ, ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അങ്ങേറ്റം പോയാൽ അതിൻ്റെ മാക്സിമം അറ്റത്തേക്ക് പോകും. ഇപ്പോൾ ഇപ്പുറത്തേക്കാണ് CPM-ൻ്റെ ശ്രദ്ധ. അത് അങ്ങനെ പോയിക്കൊണ്ടേയും ഇരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ. പക്ഷേ CPM-നുള്ളൊരു പ്രശ്നം ഇന്ന് നോക്കൂ, ഇതെല്ലാം കഴിഞ്ഞ് സുകുമാരൻ നായർ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം വൃത്തിയാക്കി, ശബരിമലയിലെ ആചാര സംരക്ഷണം എനിക്ക് ഉറപ്പ് കിട്ടിയെന്നെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം പക്ഷേ ചോദിക്കുമ്പോൾ നേതാക്കന്മാർക്ക് ഈ പഴയ ഒരു വിറയാണ്. അതങ്ങനെ പറയണോ? കൃത്യമായി നമ്മളൊരു വിപ്ലവ പാർട്ടിയല്ലേ. അപ്പോൾ
വി.എൻ. വാസവനോട് ചോദിക്കുന്നു, മന്ത്രിയോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നില്ല. പക്ഷേ വരികൾക്കിടയിലൂടെ പറയുന്നത് അല്ല, ആചാര സംരക്ഷണം ഞങ്ങൾ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയതാണല്ലോ, അപ്പം പിന്നെ എന്താ പ്രശ്നം, അല്ല നിങ്ങൾ ഉറപ്പ് കൊടുത്തോ, അതിപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഉരുണ്ട് കളിക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സി പി എം എന്തിനാണ് മടിക്കുന്നത്? സി പി എം ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, ആ കാര്യം നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നേരിട്ട് പറയാനൊരു മടി. അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ശബരിമല സ്ത്രീ പ്രവേശം അപ്പോൾ പറയുന്ന മാറ്റമില്ലാത്തതൊന്നേ ഉള്ളൂ, അത് മാറ്റം എന്ന് വെച്ചാൽ അല്ല, അത് ശബരിമല സ്ത്രീ പ്രവേശം ഉണ്ടായില്ല, അപ്പോൾ ഇനി അത് മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ മാറ്റം, നാളെ ചിലപ്പോൾ തുറന്നേക്കാം. ഇങ്ങനെ ഒരു അംബിഗിറ്റിയിലാണ് നിർത്തുന്നത്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സി പി എമ്മിന് ഒരു അവസാനത്തെ ഒരു പഴയ നിലപാടിൽ നിന്ന് വിട്ടുവരാനുള്ള ഒരു മടി കൂടെയുണ്ട്. ആ ഘട്ടം കൂടെ സി പി എം കടക്കാതെ ഇപ്പം 1-2 ദിവസത്തിനുള്ളിൽ കുറച്ചുകൂടെ വ്യക്തമായി സി പി എം കാര്യങ്ങൾ പറയും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. സി പി എം പറയാതിരിക്കാൻ ഉടൻ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പറയാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഇതെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താ പകുതി വഴിയല്ല 3/4 വർഷം അപ്പുറത്തെത്തി. അതിനുശേഷം ഇന്ന് ഈ താത്വിക ഒരു മേമ്പൊടിയൊക്കെ വെച്ചിട്ട് വിശ്വാസം എടുത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ 2 സമുദായ നേതാക്കളും അവിടെ എത്തിയത് ഈ പ്രസംഗത്തിന്. അതെ, അപ്പോൾ അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇതങ്ങ് സമ്മതിച്ചാൽ പോരെ. പക്ഷേ നോക്കൂ, സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായമാണെന്നും അല്ലെന്നുമാണോ. ഇപ്പോൾ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം പല മാധ്യമങ്ങളും പല രീതിയിലാണ് വാർത്ത കൊടുത്തത്. നാളെ പത്രങ്ങൾ ഞാൻ കാത്തിരിക്കുകയാണ്. സത്യത്തിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സ്ത്രീ പ്രവേശം ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണെന്നാണോ അല്ലെന്നാണോ, ശബരിമല സ്ത്രീ പ്രവേശം അടഞ്ഞതാണോ അതോ അല്ലയോ, എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആളുകൾ ഇപ്പോഴും ആ ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അത് എന്തായാലും തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടെ ഉള്ളൂ, ആ വിഷയം അവസാനിക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന BJP ആണ് ഇന്നത്തെ താരം. ഈ മിഥുനം സിനിമയ്ക്കകത്ത് ഈ വീട്ടിലെ കൂടോത്രം നടത്തി ആരാണെന്ന് അറിയാനായിട്ട് നെടുമുടി വേണു വരുന്നു. നെടുമുടി വേണു ഇപ്പം തേങ്ങ ഉടയ്ക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് അത് ഇന്നസെൻ്റ് ആണ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇപ്പോൾ തേങ്ങ ഉടയ്ക്കും എന്ന് പറയുമ്പോൾ ഇന്നസെൻ്റ് കയ്യും കെട്ടി വേണ പൊട്ടിക്കട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ആ നിപ്പാണ് BJP നിൽക്കുന്നത്. BJPക്ക് ഇതൊരു വിഷയമേ അല്ല. തേങ്ങ പൊട്ടിക്കുകയോ ആരുടെയെങ്കിലും തല പൊട്ടിക്കുകയോ ചെയ്യട്ടെ, ഒന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗെയിം BJPയുടേതാണ്. നേതാവ് അപ്പോൾ മീനയുടെ റോളിലാണോ? പ്രതിപക്ഷ നേതാവ് എന്താണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കട്ടെ. പക്ഷേ BJP ഇന്നസെൻ്റിൻ്റെ റോളിലാണ്. ഇതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കലങ്ങിത്തെറിഞ്ഞ് ഒരു 10 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ഈ ഒരു ഒഴുക്കിൽ ഇതെല്ലാം പോകുമെന്നും കരുതിക്കൊണ്ടാണ് BJPയുടെ ഗെയിം നടക്കുന്നത്. കോൺഗ്രസ് വളരെ വലിയ പാനിക് മോഡിലും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശബരിമല സ്ത്രീ വിഷയത്തിൽ നിന്ന് വിട്ടുപിടിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ വിഷയം നിന്ന് കറങ്ങുന്നിടത്തോളം കാലം വീണ്ടും അവർക്ക് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാനേ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായി ആക്രമിച്ച് CPM പ്രതിരോധത്തിലാക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. നാളെ മുതൽ തുടങ്ങുന്ന യോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ വിഷയം തങ്ങൾക്ക് അനുകൂലമായി സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇതിൻ്റെ അവസാന വാക്ക് കോൺഗ്രസിനായില്ലെങ്കിൽ, ഞങ്ങളാണ് ശരി എന്ന് സ്ഥാപിക്കാനായില്ലെങ്കിൽ 44 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 5-6 സീറ്റുകളിൽ ഒതുങ്ങിയതുപോലെ കോൺഗ്രസ് ഒതുങ്ങാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ അധികാരം തന്നെ പോകുന്ന സാഹചര്യമുണ്ട്. അതാണ് സ്ഥിതി. ആ സമയത്ത് NSSൻ്റെ അകത്ത് നടക്കുന്ന ചെറിയ പൊട്ടിത്തെറികളിൽ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലുമല്ല, ചില ചെറിയ അസ്വസ്ഥതകൾ മാത്രം. NSSൻ്റെ തീരുമാനം അവരെല്ലാവരും എടുത്ത തീരുമാനമാണ്. ഇനി അഥവാ G. സുകുമാരൻ നായർ ഒറ്റയ്ക്കാണ് എടുത്തതെങ്കിൽ അദ്ദേഹത്തോടൊപ്പമാണ് സംഘടന. കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുക, BJP അല്ല. തീരുമാനം ഏകപക്ഷീയമോ എന്ന ചർച്ച തുടരുകയാണ്. സുജയ, തീരുമാനം ഏകപക്ഷീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു ചർച്ച നടന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ പറയുന്നു. അത് മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിക്കും സർക്കാരിനും പറയാനുള്ള കാര്യം പറയാനായി ദേവസ്വം മന്ത്രി V.N. വാസവൻ അദ്ദേഹവുമായി സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി അദ്ദേഹം മാത്രമായി എടുത്ത ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് വന്ന വെളിപാടാണ് എന്ന് നമുക്ക് കരുതുക വയ്യല്ലോ. ഇക്കാര്യത്തിൽ സംഘടനയ്ക്കുള്ളിൽ NSSനുള്ളിൽ ചർച്ചകൾ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡ് ചേരുകയോ അല്ലെങ്കിൽ പ്രതിനിധി സഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടത് G. സുകുമാരൻ നായരാണ്. അദ്ദേഹം ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ NSSനുള്ളിൽ അദ്ദേഹവുമായി ക്ലോസായി നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗുണമുണ്ടാകുന്ന കാര്യമാണ് എന്ന ഒരു സന്ദേശം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലോസ് എയ്ഡ്സിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മറ്റു ചില കാര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ പലതും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചകളുടെ ഒരു തുടർച്ചയായി ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താൻ നിർബന്ധിതനായതുമാകാം. പലതരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീരുമാനം ഒറ്റയ്ക്കെടുത്ത
എടുത്തതാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ഈ തീരുമാനത്തിലേക്ക് ഒന്നുകിൽ എത്തിപ്പെട്ടതാകാം, നിർബന്ധിതനായതാകാം, മറ്റു വഴികളില്ലാത്ത ഘട്ടത്തിലെത്തിയതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം മറ്റു പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഊഹാപോഹങ്ങളൊന്നും എന്തായാലും ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ജി സുകുമാരൻ നായർ എടുത്ത തീരുമാനത്തിലേക്ക് തന്നെ വരാം. നമുക്കറിയാമല്ലോ, NSS എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയാണ്, നായർ സർവീസ് സൊസൈറ്റി. അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ കരയോഗങ്ങളിലായിട്ടുള്ള നിരവധിയായ ആളുകൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വർഷങ്ങളായി മന്നത്ത് പത്മനാഭൻ തുടങ്ങി ഇങ്ങോട്ട് ഒരു ആചാര്യൻ പറഞ്ഞു വെച്ച ചിട്ടവട്ടങ്ങൾ വെച്ച് അങ്ങനെ പോകുന്ന സംഘടന. അതിന് കുട്ടികളുടെ യൂണിറ്റുണ്ട്, ബാലസമാജമുണ്ട്, മഹിളാ സമാജമുണ്ട്, അതുപോലെ തന്നെ കരയോഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും യോഗങ്ങൾ കൃത്യമായി ആഴ്ചയ്ക്ക് നടക്കുകയും അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓണാഘോഷമടക്കം ഈ രീതിയിൽ കരയോഗം തലത്തിൽ, അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ തലത്തിൽ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വരുന്ന ഒരു ചിട്ടവട്ടങ്ങളുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ ഫാബ്രിക്കിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഫാബ്രിക്, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഫാബ്രിക് വളരെ സങ്കീർണ്ണമാണ് NSSൻ്റേത്. അതായത് കൃത്യമായി ഇപ്പോൾ BDJs എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായി SNDPയെ സംബന്ധിച്ചിടത്തോളം, SNDPയുടേതല്ല എന്നവർ പറയുമ്പോഴും SNDP യൂണിയനിൽ അംഗങ്ങളായ ആളുകൾ തന്നെയാണല്ലോ BDJs ഉള്ളത്. പ്രത്യേകിച്ചും തുഷാർ വെള്ളാപ്പള്ളി നയിക്കുമ്പോൾ SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ BDJsൻ്റെ നേതാവ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രീതി നടേശൻ ഈ NDAയുടെ പ്രചാരണ പരിപാടികൾക്കെല്ലാം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ രണ്ട് സംഘടനയിലും, BDJs എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലും SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയിലും പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് എന്ന് പറയുന്നത്. അതേസമയം NDP ഡിസോൾവ് ആയതിനു ശേഷം NSSന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആം ഇല്ല. ഒരു സമുദായ സംഘടന മാത്രമായി നിൽക്കുന്നു. എന്നാൽ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ ആ സമുദായ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നു. അതാണ് കറന്റ്ലി NSSൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് UDFന് ഇത്രയ്ക്ക് ആശങ്കയുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോട്ട് കിട്ടി വരുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനാണ് കുറേ കാലമായി. അത് ഈ സമദൂരം പറയുമ്പോഴും ഇവിടെ മന്നത്ത് പത്മനാഭൻ ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് തുടക്കം ഇടുന്നത് മൂലം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡാണ് ആദ്യം മുതൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഡയറക്ടർ ബോർഡിൽ വരെ ഈ അതായത് ഇടത് പക്ഷത്തിനോട് അനുകൂല നിലപാടെടുത്തിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം അതിന് കിടപ്പുണ്ട്. ഇവിടെ നോക്കൂ, സമദൂരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത്, സമദൂരമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ പിന്തുണച്ചത് ആരെയാണ്? ഇടതുപക്ഷത്തെയാണോ? BJP ആണോ? അല്ല, UDFനെയാണ്. UDFനാണ് ആ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. നേരത്തെയുള്ള വോട്ട് കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ NDP രൂപീകരിക്കുമ്പോഴായാലും അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന രീതിയിലാണ്. പക്ഷേ അന്ന് അവിടെ ഡയറക്ടർ ബോർഡിൽ ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നേരിടുന്നത് പോലെ ജി സുകുമാരൻ നായർ പിണറായി വിജയനെ അല്ലെങ്കിൽ LDF സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ എന്തിന് പിണറായി സർക്കാരിനെ, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു, നമ്മളോട് ചെയ്ത ദ്രോഹം എന്തിന് മറക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത് പോലെ അന്ന് ഉയർന്ന ചോദ്യം കരുണാകരനെതിരെയാണ്. കരുണാകരനെതിരെ ശക്തമായ വികാരം അന്ന് ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന് പ്രോ ആയി നിൽക്കുന്ന കുറേ നായന്മാരായ വോട്ടർമാരുള്ള NSS എന്ന് പറയുന്ന ആ ഒരു സമുദായ സംഘടനയ്ക്കകത്ത് തന്നെ കരുണാകരനോട് വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം അത് നമ്മൾ കണ്ടതാണ്. അന്ന് ഡയറക്ടർ ബോർഡ് അംഗമാണല്ലോ ബാലകൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹത്തിന്റെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്? അപ്പോൾ UDFന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാളത്തെ വിശദീകരണ യോഗമടക്കം സംഘടിപ്പിക്കുന്ന ഒരു പാനിക് സിറ്റുവേഷനിലേക്ക്, ഞാനതിനെ ഒരു പാനിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ആശങ്ക എന്നുള്ളതല്ല, അതിനപ്പുറം കയ്യിലുള്ളത് പോകുന്നു, ചോർന്നു പോകുന്നു, ഉള്ളം കയ്യിലൂടെ ചോർന്നു പോകുന്നു എന്ന ഒരു ആശങ്ക നല്ല രീതിയിൽ പിടിമുറുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ സമദൂരം എടുക്കുമ്പോഴും കിട്ടിവന്ന ഗുണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ രീതിയിൽ ഫലം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മറ്റു പല സമവാക്യങ്ങളിലൂടെയാണ് UDFന് ആ വോട്ടുകൾ കിട്ടിയത്. പൂർണ്ണമായും NSS വോട്ടുകൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2021 2024 UDFന് ഗുണം ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. BJPക്ക് കിട്ടിയിട്ടുണ്ട്. BJP ആശങ്കയില്ലാതിരിക്കുന്നത് BJPക്ക് NSSൽ നിന്ന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടുന്നുണ്ട്. അത് ഇനിയും കിട്ടും. അത് കിട്ടുന്നത് ഇനി കൂടുകയും ചെയ്യും. അത് അവർക്കറിയാം. നമുക്ക് പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിരിക്കുന്നവർക്ക് തലേദിവസം ടെൻഷൻ ഉണ്ടാവില്ല. പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതിയാൽ മതി. എന്നാൽ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരൻ പറ്റിച്ചാലോ എന്ന ആശങ്ക ഉണ്ടാകുമ്പോഴേക്കും ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ആശങ്ക UDFനുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP നന്നായി പഠിച്ച് പാസ്സായിരിക്കുകയാണ്. മുൻ പരീക്ഷകളിലൊന്നും കൂട്ടുകാരൻ്റെ സഹായം കിട്ടാത്ത LDFനാണെങ്കിൽ ഇത്തവണ കൂട്ടുകാരൻ സഹായിക്കാമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കോൺഫിഡൻസ് ഉണ്ട്. വിമർശനത്തിൽ കോൺഗ്രസിനെതിരെയുണ്ട്, BJPക്കെതിരെ. അതെ, പക്ഷേ BJPക്കെതിരായ വിമർശനത്തിൽ അവരതിന് തിരിച്ച് പ്രതികരിക്കാൻ പോകുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ജി സുകുമാരൻ നായർ പറഞ്ഞ ആ ഒരു വിമർശനം കൊണ്ട് തങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നതായിട്ട് അവർ കാണുന്നില്ല. പക്ഷേ
കോൺഗ്രസിനൊരു നിലപാടില്ലായ്മയുണ്ടെന്ന് പറയുമ്പോൾ അവർ പാനിക് ആവുകയും വിശദീകരണ യോഗം വിളിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വിശദീകരണ യോഗം വിളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ BJP-യിലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും NSS-മായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ആരും തന്നെ പാനിക് ആവുന്നില്ല. ഇവിടെ പാനിക് നേതാക്കളെ പെരുന്നയിലേക്ക് കയറ്റില്ല എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട് പലപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിലും BJP നേതാക്കൾ പെരുന്നയിലേക്ക് വരികയും ജി സുകുമാരൻ നായരെ കാണുകയും ഒക്കെ ചെയ്യുന്നത് സമീപകാലത്തും ഒക്കെ അടക്കം നമ്മൾ കണ്ടതാണ്. ഈ NSS-ന് അല്ലെങ്കിൽ പെരുന്നയ്ക്ക് BJP-യോട് അല്ലെങ്കിൽ RSS-നോട് രൈത്തമില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ചും എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയമാണ്. അപ്പോൾ എനിക്ക് പെരുന്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തൊട്ടുകൂടായ്മയോ ഒന്നും ഒരിക്കലും RSS-നോടോ അല്ലെങ്കിൽ BJP-യോടോ NSS-ന് ഇല്ല, പെരുന്നയ്ക്കില്ല, ജി സുകുമാരൻ നായർക്കും ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു വിയോജിപ്പുണ്ട്, എനിക്ക് അവരെ രാഷ്ട്രീയ നിലപാടിൽ എപ്പോഴും BJP വിരുദ്ധമായ നിലപാടാണ്. മാഡം BJP വിരുദ്ധ നിലപാട് എന്നതിനേക്കാളും ഇവിടെ നമ്മൾ പൊളിറ്റിക്കലി നോക്കേണ്ടതാണ്. ഇവിടെ UDF വേഴ്സസ് LDF എന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ടാലി നിൽക്കുന്നത്. ആ ടാലിയിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പോകുന്നത് എവിടെയാണ്? UDF-നാണ്, കോൺഗ്രസിനാണ്. അവിടെ പാനിക് ആകുന്നതും ആയിക്കൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ഈ യോഗം നേരത്തെ ഒന്നും നിശ്ചയിച്ചിട്ടുള്ള ഒരു യോഗമേ അല്ല, വികസന സദസ്സ് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്നെങ്കിലും ആഗോള അയ്യപ്പ സംഗമം മുതൽ പിടിവിട്ട് നിൽക്കുകയാണ്. കാരണം കയ്യിലിരുന്നത് LDF കൊണ്ടുപോകാൻ പോകുന്നു, തുടർ ഭരണത്തിലേക്ക് അവർക്കൊരു ഈസി വോക്ക് ഓവർ കിട്ടാൻ പോകുന്നു. ആ ഒരു കോൺഫിഡൻസ് ഇന്ന് MV ഗോവിന്ദന്റെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ട്. NSS-ന്റെ നിലപാട് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡ് അല്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ്. പിന്നെ BJP-ക്ക് 2021 അല്ലെങ്കിൽ അതിനു മുൻപുള്ള 2016 അല്ലെങ്കിൽ 2019 ഒരു നിലപാടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കുകളോ ഒന്നുമല്ല BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഹരിയാനയിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള സംവിധാനം കേരളത്തിലും റണ്ണിംഗ് ആണ്. അപ്പോൾ അത് വിസിബിളായി നിങ്ങൾ കാണുന്നില്ല എന്നതിന്റെ അർത്ഥം അതില്ല എന്നല്ല. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ NSS നേരിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ച വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ മേയർ ബ്രോ പുഷ്പം പോലെ ജയിച്ചു വരികയാണ് അവിടെ ചെയ്തത്. അവിടെ പരസ്യ പിന്തുണയായിരുന്നു. പരസ്യ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ടൈറ്റ് സ്ലാപ്പ് ആയിരുന്നു. ടൈറ്റ് സ്ലാപ്പ് കിട്ടിയ ഒരു എഫക്റ്റിലേക്ക് അവിടെ ജി സുകുമാരൻ നായർ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. 2018 ഈ നാമജപ ഘോഷയാത്രയിലടക്കം LDF-നെതിരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. അന്ന് UDF-ഉം BJP-യും ഒക്കെ പിന്നീടാണ് വന്നതെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഒരു 2-3 വർഷം എടുത്തു നോക്കിയേ, ഓവർ ഡിപ്പെൻഡൻസ് ആരാണ് കാണിക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം ലീഗിന് മേൽ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ഇവിടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? സമസ്തയടക്കമുള്ള നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്ന കൂടുതൽ മുസ്ലിങ്ങളെ നിങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം. അതായത് അതിന്റെ ഭരണ രംഗത്തേക്കടക്കം കൂടുതൽ പേരെ കൊണ്ടുവരണം. അതായത് ഓവർ ഡിപ്പെൻഡൻസ് വരികയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ അടക്കം മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. കാരണം നമ്മളത് മണ്ഡലങ്ങളിൽ കണ്ടതാണ്. മുസ്ലിം ലീഗ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നത്. ലീഗിന്റെ മണ്ഡലങ്ങളിൽ ലീഗ് എത്രത്തോളം അവിടെ പണിയെടുത്തു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ലീഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ സീറ്റുകൾ അവർ ഇത്തവണയും കൂടുതൽ സീറ്റിൽ മത്സരിച്ചാൽ അതിലും ജയം ഉറപ്പിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇപ്പുറത്ത് വലിയ ഫെയിലിയർ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഗ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ കോൺഗ്രസിന് അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം സർക്കാരിനെ എതിർത്താൽ മാത്രമേ വോട്ട് കിട്ടൂ എന്ന് കരുതി എടുത്ത ആ ഒരു മണ്ടൻ തീരുമാനം എന്തായാലും പാളിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് അടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലേക്കും വെൽഫെയർ പാർട്ടിയിലേക്കുമാണ്. അതുപോലെ തന്നെ ലീഗിനുള്ള ഒരു കരുത്ത് പോലും കോൺഗ്രസിനില്ല. ഇത് NSS തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇവിടെ അപ്പോൾ LDF-ന് ന്യൂനപക്ഷ പ്രീണനമാണെന്ന് പറയും. പക്ഷേ ആ ന്യൂനപക്ഷ പ്രീണനം ഏറെക്കുറെ വിട്ടമട്ടിലാണ്. അതായത് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതായത് RSS-ന്റെ കൂടി ഒരു അനുഭാവമുള്ള അല്ലെങ്കിൽ ഒരു പോഷക സംഘടന എന്ന് പറയാവുന്ന ഒരു സംഘടനയുടെ പ്രതിനിധികൾ കൊടുത്ത കത്തിലാണ് ഈ ദുർഗാഷ്ടമിക്ക് ഇപ്പോൾ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ദിവസമാക്കിയിരിക്കുകയാണ് പൊതു അവധി, ദുർഗാഷ്ടമിക്കും മഹാനവമിക്കും വിജയദശമിക്കും. അപ്പോൾ വിശ്വാസികളോട് ഞങ്ങൾക്ക് ഒരു ഐത്തവുമില്ല അല്ലെങ്കിൽ വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ആ മാറ്റമാണ് ഇവിടെ ഹിന്ദു വിശ്വാസികൾ. അപ്പോൾ അതാണ് ജി സുകുമാരൻ നായരെയും ആകർഷിച്ചിരിക്കുന്നത്, NSS-നെയും ആകർഷിച്ചിരിക്കുന്നത്. ഇവിടെ VN വാസവൻ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് എത്തുന്നു. അപ്പോൾ NSS-ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അഷുറൻസ് കിട്ടി എന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോൾ പക്ഷേ VN വാസവൻ ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്ന് കരുതി കാത്തിരിക്കുന്നതാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തുടർഭരണം വന്നാൽ ജി സുകുമാരൻ നായർ ഹീറോയാകും, അല്ലാത്ത പക്ഷം സീറോയുമാകും. ജി സുകുമാരൻ നായരുടെ തീരുമാനം ഏകപക്ഷീയമല്ല എന്നതാണ് എൻ്റെയും അഭിപ്രായം. ഇതിൻ്റെ ഒരു ഘടന, NSS-ന്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ 168 താലൂക്ക് യൂണിയനുകളാണ്. ആ താലൂക്ക് യൂണിയനുകൾക്ക് കീഴിലാണ് 5794 കരയോഗങ്ങളാണുള്ളത്. താലൂക്ക് യൂണിയനിൽ നിന്നും 3 പേർ വീതം പ്രതിനിധി സഭയിലേക്ക് വരും. അപ്പോൾ ഈ 168 × 3 അതിൽ നിന്നാണ് ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അവർ ആണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കെട്ടുറപ്പുള്ള ഘടന. അപ്പോൾ വളരെ ഷാർപ്പായ പ്രതികരണങ്ങൾ ഇപ്പോൾ പല കരയോഗങ്ങളിൽ നിന്നും വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. കണയന്നൂർ NSS-ൽ നിന്നും വന്നിരിക്കുന്നത് പ്രമേയമാണ്. അപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ ബാനർ 2 തവണ, ചങ്ങനാശ്ശേരിയിൽ 4 പേർ രാജിവെച്ചു.
പത്തനംതിട്ടയിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരു ബാനർ വരുമ്പോൾ ആ ബാനർ ഞങ്ങൾ തന്നെയാണ് വെച്ചത്. ചങ്ങനാശ്ശേരിയിൽ പക്ഷേ രാജിവെച്ചവർ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല എന്നൊക്കെ കരയോഗത്തിന്റെ ആയിരിക്കാം. പക്ഷേ രാജിവെച്ചു. ഒരു കുടുംബത്തിലെ 4 പേർ രാജിവെക്കുന്നു. അപ്പുറത്ത് ഈ വിഷയത്തിലുള്ള പ്രതിഷേധമാണല്ലോ. തിരുവനന്തപുരത്ത് ഞങ്ങളാണ് ഈ പ്രതിഷേധം ഞങ്ങളാണ് ബാനർ വെച്ചത് എന്ന് കരയോഗത്തിലെ പ്രതിനിധികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പോൾ NSSന്റെ സ്വാധീനം നോക്കുകയാണെങ്കിൽ വടക്കോട്ടയ്ക്ക് അങ്ങനെ NSSന്റെ സ്വാധീനം അത്ര പോരാ. തെക്കോട്ട് വരുമ്പോൾ കൊച്ചിയായാലും മധ്യ തിരുവിതാംകൂറായാലും ശക്തി കേന്ദ്രങ്ങൾ തന്നെ. അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് പോലെ ഇത് അവരറിയാത്ത എന്തൊക്കെയോ ഉറപ്പുകളാണോ? അതാണല്ലോ ചോദ്യം. ആ ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കേസുകൾ പിൻവലിക്കുന്നു, നാമജപ ഘോഷയാത്രയുടെ കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടി സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അത് ഞങ്ങളെ കൂടി അറിയിക്കാമല്ലോ. അതാണോ ഉറപ്പ്? അപ്പോൾ അത് ഉറപ്പാണെങ്കിൽ ആ ഉറപ്പ് ഞങ്ങളും കൂടി അറിയേണ്ടതില്ല. അതിലൊരു രഹസ്യ സ്വഭാവം വേണ്ടതില്ല. അപ്പോൾ അതല്ല ഉറപ്പ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. അത് സർക്കാരിനും പറയാവുന്നതാണ്. അത് വന്നിട്ടില്ല. ഇനി അതല്ല, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചില ഉറപ്പുകളാണ് കിട്ടിയതെന്ന് ജി സുകുമാരൻ നായർ തന്നെ അഭിമുഖത്തിൽ പറയുകയാണ്. അതേ കാര്യം മന്ത്രി VN വാസവനോട് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഭംഗിയായിട്ടതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള പുരോഗമനാശയക്കാരുടെ നവോത്ഥാന, 2ാം നവോത്ഥാന പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ വോട്ടും വേണം, ഇപ്പുറത്ത് ഹിന്ദു ആചാരങ്ങൾ വിശ്വസിക്കുന്നവരുടെ വോട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം തീരുമാനം പറയാതെ നിൽക്കുന്നു. അതേസമയം ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ VN വാസവനാണ് അതിലൊരു പാലമായി നിൽക്കുന്നത്. VN വാസവൻ കൃത്യമായി സുകുമാരൻ നായരെ കാണുന്നുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ തന്നെ അത് നടത്താനുള്ള ആലോചനകളിൽ പോലും ജി സുകുമാരൻ നായർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹവുമായി കൂടി ആലോചിച്ചിട്ട് നടപ്പാക്കിയ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് ക്ഷണിച്ച് വരുന്നു എന്ന മട്ടിൽ, പ്രതിനിധി അയക്കുന്ന മട്ടിലല്ല, അതിൽ NSSന് കൂടി ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടി താല്പര്യം മാനിച്ചുകൊണ്ടാണ്, അതായത് ഒരു തെറ്റുതിരുത്തൽ എന്ന് തോന്നിക്കുന്ന, ഈ ഭക്തരുടെ ഇടയിൽ ഒരു തെറ്റുതിരുത്തൽ എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു ആയിട്ടാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു വിഷയം. രണ്ടാമത്തെ കാര്യം, NSS ഉന്നയിച്ച കാര്യങ്ങളിൽ എത്രത്തോളം ഇടത് സർക്കാരുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരുടെ സംവരണം, അത് കേന്ദ്രത്തിൽ ഒരു നിയമമായി വരുന്നതിന് മുമ്പ് തന്നെ കേരളം നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇടത് സർക്കാരാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് എല്ലാ കാലവും NSS ആവശ്യപ്പെട്ടിരുന്നതാണ്. മറ്റൊരു, ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ഉറപ്പല്ല, ഒരു തീരുമാനം തന്നെ NSSന് അനുകൂലമായി വന്നിരിക്കുന്നത്, ഈ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങളിൽ, ആ അധ്യാപക നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ നിയമനം കഴിഞ്ഞ ശേഷമേ ബാക്കിയുള്ളവർക്ക് നിയമനം നൽകാവൂ എന്നൊരു ചട്ടമുണ്ട്. അപ്പോൾ ആ ചട്ടം വരുമ്പോൾ അത് പലപ്പോഴും റൊട്ടേഷൻ അനുസരിച്ച് നടക്കാറില്ല. കാരണം ആ ഒരു പോസ്റ്റിലേക്ക് ഭിന്നശേഷിക്കാർ വരുന്നില്ല. അങ്ങനെ വരാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള നിയമനങ്ങളും നടപ്പാക്കാതെ അധ്യാപകരില്ലാത്ത പ്രശ്നം വരുന്നു. അത് ഏത് സമുദായക്കാർ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലും ഈ പ്രശ്നമുണ്ട്. NSS അതൊരു വിഷയമാക്കി അപ്പുറത്തെ സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ NSSന്റെ എയ്ഡഡ് സ്കൂളുകളിൽ ആ ഒരു ചട്ടം എടുത്തു കളഞ്ഞ് ഒരു തീരുമാനം, ഒരു ഉറപ്പ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിയമനങ്ങൾ നടത്താൻ NSSന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് NSSന്റെ സ്കൂളുകളിൽ അപ്പോൾ ഈ ചട്ടം മാറുന്നു. അതായത് ഈ ഭിന്നശേഷിക്കാരുടെ നിയമനം നടന്നിട്ട് ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമം മാറ്റുന്നു. അവർക്കും കൊടുക്കണം, പക്ഷേ അവർ വരുന്ന മുറയ്ക്ക് കൊടുത്താൽ മതി. അതേസമയം മറ്റു നിയമനങ്ങൾ നടത്താം എന്നൊരു തീരുമാനം അറിയിക്കുന്നു. അത് NSSന്റെ സ്കൂളുകൾക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഒരു ഉറപ്പാണ്. അത് ഒരു അനുകൂലമായ തീരുമാനമായി വരികയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി നമുക്കറിയാം, ജി സുകുമാരൻ നായർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അവിടെ പോകുന്ന ഒരു മണിക്കൂറോളമാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് ആ ബന്ധം മാറിയിട്ടുണ്ട്. അപ്പുറത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ആരും NSS ആസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിനെ അത്ര ശരിയാണെന്ന് തോന്നിയിട്ടില്ല. പോയിട്ടുണ്ട്. ഈ പറയുന്ന VD സതീശൻ എടുത്തിരുന്ന മുൻപുള്ള നിലപാട്, ഞാൻ ഒരു സമുദായ സംഘടനകളെയും നിരങ്ങാറില്ല എന്ന് മുൻപ് പറഞ്ഞ കാര്യം അദ്ദേഹം പിന്നീട് ആ വിഷയം വിവാദമായ ഘട്ടത്തിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ബന്ധം ആ നല്ല രൂപത്തിൽ തന്നെ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. VD സതീശൻ, ജോസഫ് M പുതുശ്ശേരി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഒരുമിച്ച് ജി സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പഴയ രൂപത്തിലാണോ ബന്ധങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ രൂപത്തിൽ നിരന്തരം ഒരു ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടില്ല. ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാര്യത്തിൽ പറയുന്നത്, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ നടത്തി? സമുദായ നേതാക്കളെ കൊണ്ടുവന്ന് നടത്തി. സമുദായ നേതാക്കളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതെന്ന് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് ശബരിമലയുടെ വികസനത്തിനാണ് എന്ന്
അരി ഭക്ഷണം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു, ഇത് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സമുദായ നേതാക്കളുടെ പിന്തുണ വേണം, ആ പിന്തുണയോടെ വിജയിക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. അതിപ്പോഴത്തെ നിലപാട് എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ സുജയ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ നായർ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ എപ്പോഴും ഒരു നായർ സ്ഥാനാർത്ഥിയാണ് നിർത്തുക. അതിൽ ഒരു വിപ്ലവകരമായ തീരുമാനം നടത്തി പ്രശാന്തനെ നിർത്തുന്നു. പ്രശാന്തൻ ഉന്നത വിജയം, നല്ല രൂപത്തിലുള്ള വിജയം ഉണ്ടാവുകയും ചെയ്തു. ആ വിജയത്തിന് ശേഷം NSSനെ വെല്ലുവിളിക്കുന്ന പ്രതികരണം ഈ പറയുന്ന എം വി ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സമുദായ നേതാക്കൾ പറയുന്ന പോലെയല്ല വോട്ട് ചെയ്യുക എന്നത്. രണ്ടാമത്തെ അനുഭവം CPM-നുണ്ടല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയത്താണ് അയ്യപ്പൻ്റെ കോപമുണ്ടാകുമെന്നും ആ ശിക്ഷ ലഭിക്കുമെന്നും പറഞ്ഞിട്ട് ആ തിരഞ്ഞെടുപ്പിലും രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലായി മാറുകയാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെയാണോ സമുദായങ്ങൾ വോട്ട് ചെയ്യുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നിരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പുതിയ കാലത്തിൽ ഒരു തരത്തിലും ഈ പറഞ്ഞ മാതിരി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതാണ് ഒരേപോലെ BJP-യുടെയും CPM-ന്റെയും സ്വപ്നം. അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ BJP 1-2 സീറ്റുകൾ നേടിയാലും വേണ്ടില്ല, പ്രതിപക്ഷം വരരുത് എന്നൊരു തീരുമാനം അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. മുസ്ലിം ലീഗ് ചില സമയങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് CPM-ന്. ചില സമയത്ത് മുസ്ലിം ലീഗിനെ അതിൽ മുസ്ലിം എന്ന രൂപത്തിൽ മാത്രം കാണുന്ന രൂപത്തിലും പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരും. ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം രസകരമായ പ്രതികരണമല്ലേ? യുവതീ പ്രവേശനത്തിനുള്ള തീരുമാനമടക്കമുള്ള മാറ്റം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. അതായത് ആവശ്യം അവർ നിശ്ചയിക്കും. എപ്പോൾ ചർച്ച വേണം, എപ്പോൾ ചർച്ച വേണ്ട, എപ്പോൾ പറയാം, എപ്പോൾ പറയാൻ പാടില്ല, അത് ഞങ്ങൾ നിശ്ചയിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ പുരോഗമനവാദികളാകും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാകും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാണ്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൽ മിണ്ടാൻ നിൽക്കുന്നില്ല. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമില്ല, പഴയ കാര്യങ്ങൾ പറയരുത്. 2018 ഏതോ കാലത്ത് കഴിഞ്ഞു പോയാൽ 2018 ഇപ്പോൾ മിണ്ടരുത്. ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുകയാണ്. 2025 നമ്മുടെ തീരുമാനം എന്താണ്? ഭൂരിപക്ഷ വോട്ടുകൾ, നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ, അതിലപ്പുറമുള്ള ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൈയുയർത്തിക്കൊണ്ടുവരും, ഒരുമിച്ച് നിൽക്കും. അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രസംഗങ്ങൾ ഇനിയും തുടരാനുള്ള വഴിയൊരുക്കും, ഒരു പ്രശ്നവുമില്ല. അപ്പുറത്ത് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടിനെ രൂക്ഷമായി വിമർശിക്കും. മുസ്ലിം ലീഗാണ് UDF-നെ നയിക്കുന്നത് എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തും. ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ പറയുന്ന സമുദായാംഗങ്ങൾ പറയുന്നതാണോ, ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണോ ഇവിടെ നടക്കുക എന്നുള്ളതാണ്. വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാർ അക്ഷരാഭ്യാസമുള്ളവരും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരുമാണ്. അവർക്ക് അറിയാം ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ തീരുമാനം ഏകപക്ഷീയമാണോ എന്നുള്ളതാണല്ലോ. തീരുമാനം എന്തായാലും NSS ജനറൽ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ തീരുമാനമല്ല. ഇതിലൊരു ചർച്ച നടന്നിരിക്കാം. കാരണം നമുക്ക് അനുകൂലമായ കുറേ കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ, ഇപ്പോൾ 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന സർക്കാരിൽ നിന്ന് മാത്രമേ ഏത് സമുദായത്തിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ല പ്രതിപക്ഷത്തിനോടൊരു കാര്യം പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ, ഭരിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് BJP-യോട് പറയുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, ഇവിടെ നിയമനിർമ്മാണം എന്നുള്ള ഉറപ്പ് ഈ പറയുന്ന വി മുരളീധരൻ തന്നെയാണ് അന്ന് ഉറപ്പ് നൽകിയിരുന്നത്. വി മുരളീധരനാണ് വേണ്ടി വന്നാൽ നിയമനിർമ്മാണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്ന കാര്യമാണ്? ഇപ്പോൾ സുരേഷ് ഗോപി വന്ന് പറയുകയാണ് ശബരിമല കേന്ദ്രം ഏറ്റെടുത്തത്, ദേശീയതല. അതെങ്ങനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും ഒരു തരത്തിലും നടക്കാൻ പോകാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പ്രഖ്യാപനങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപി ആ രൂപത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ BJP അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. പറഞ്ഞതൊക്കെ ഉണ്ട്, ഇവിടെ ആർക്കൈവ്സിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വി മുരളീധരൻ പറയുന്നത് കോടതിയുടെ മുന്നിലാണല്ലോ കേസ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും സാധ്യമല്ല, ഇതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴും പാനിക്കായിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്താം എന്ന നിലയ്ക്കാണ് നാളെ കോട്ടയത്ത് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ അവർ എന്തുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുത്തില്ല, അതായത് ബഹിഷ്കരണവും ഇല്ല, പങ്കെടുക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അതിൽ എന്തുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് വിശദീകരിക്കും. ആ വിശദീകരണമാണ് നമ്മൾ ഇനി കേൾക്കേണ്ടത്. ഏതായാലും ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം ഈ പറയുന്ന മുഴുവൻ കരയോഗങ്ങളെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായി വന്നിട്ടില്ല. പക്ഷേ അറിയേണ്ടവർ അറിഞ്ഞുകൊണ്ടെടുത്തൊരു തീരുമാനമാണ്. നിലവിൽ ഭരിക്കുന്നവർ നമുക്ക് അനുകൂലമായി ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു 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 ഉപകാര സ്മരണ എന്ന നിലയ്ക്ക് അയ്യപ്പ സംഗമത്തിൽ പോകേണ്ടതുണ്ട് എന്ന നിലയ്ക്കാണ് പോയിരിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന കേസുകളുടെ കാര്യത്തിൽ, കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് സഭയിൽ പറയാമല്ലോ, സഭ നടക്കുകയായിരുന്നല്ലോ, സഭയിൽ പറയാം ഇത്ര കേസുകൾ ഞങ്ങൾ പിൻവലിച്ചു, ഈ കേസുകൾ ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഞങ്ങളത് പിൻവലിച്ചു എന്ന്. ആ
ഒരു കാര്യത്തിൽ തീരുമാനമില്ലാത്തതാണ് ഇപ്പോൾ കണയന്നൂർ NSS കരയോഗത്തെ വിഷമിപ്പിച്ചിരിക്കുന്നത്. കാരണം ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് വൃദ്ധരായ വിശ്വാസികളായ ഒരുപാട് സ്ത്രീകളടക്കമുള്ളവരുണ്ട്. അവർക്കെതിരെയുള്ള കേസടക്കം പിൻവലിച്ചിട്ടില്ല എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ്. മാത്രമല്ല ഇന്ന് വേറൊരു കാര്യം കൂടി ഇവിടുത്തെ കണയന്നൂരിലെ പ്രതിനിധി പറയുകയുണ്ടായത്. ഈ അന്നത്തെ സമരത്തിൽ ബസ്സുകൾക്കെതിരെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം സമരങ്ങളിൽ പങ്കെടുത്ത് കേസുകൾ നേരിടേണ്ടവർ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് കേസ് നേരിട്ടോളൂ എന്ന് പറയുകയാണ്. അതായത് NSSന്റെ ആഹ്വാനപ്രകാരം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു, അതിൽ വൈകാരികമായി പ്രതികരിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് കേസ് നേരിട്ടോളൂ എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നാണ് ഈ കണയന്നൂരിലെ NSS കരയോഗം പ്രതിനിധി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് ഒരു പ്രതിഷേധമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ബാനർ പ്രതിഷേധത്തിലേക്കല്ല ഇവർ പോയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി അക്കാര്യത്തിൽ വ്യക്തമായ പ്രതികരണം നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പും NSS എടുത്ത ചില നിലപാടുകളിൽ NSSനകത്ത് പ്രതികരണങ്ങൾ വരുമ്പോൾ ജനറൽ സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പിലൂടെ ഒരു വ്യക്തത വരുത്താറുണ്ട്. ഒരു പക്ഷേ ഇക്കാര്യത്തിൽ കഴിഞ്ഞ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരുത്തിയേക്കുമെന്നതാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നിലവിലെ തീരുമാനം ഏകപക്ഷീയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് സുരേഷ് ഗോപി ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത് ഈ ഏകീകൃത സിവിൽ കോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് വരുന്നതോടുകൂടി പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് അത് കണക്ട് ചെയ്തിട്ടാണ് അത് പറഞ്ഞത്. മാത്രമല്ല ഇനിയിപ്പോൾ കേന്ദ്രം ക്ഷേത്രങ്ങൾക്കായിട്ടൊരു പ്രത്യേക ബില്ല് കൊണ്ടുവരികയും ഇപ്പോൾ സഹകരണ വകുപ്പ് വന്നതുപോലെ കേന്ദ്രത്തിൽ ഒരു ദേവസ്വം വകുപ്പ് വന്നു കഴിഞ്ഞാൽ ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും, രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം വകുപ്പിൻ്റെ, അതായത് ഒരു ദേവസ്വം വകുപ്പായിട്ട് തന്നെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഫൈനൽ സൊല്യൂഷൻ ആകും എന്നതായിരിക്കാം. പക്ഷേ ഇവിടെ BJP പറഞ്ഞിരുന്നത് ക്ഷേത്രം ഭക്തർക്ക് ഞാൻ സുരേഷ് ഗോപി പറഞ്ഞത് ബില്ല് കൊണ്ടുവരണം, പാർലമെന്റിൽ അത് ചർച്ചയ്ക്ക് വരണം. ഞാൻ പറഞ്ഞത് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ദേവസ്വം വകുപ്പ് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, തീരുമാനം ഏകപക്ഷീയം. അപ്പോഴും BJPയുടെ നിലപാടല്ല സുരേഷ് ഗോപി പറയുന്നത്. BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. അല്ല, BJPയുടെ നിലപാട് BJP ദേവസ്വം ബോർഡുകൾ ഇവിടെ എന്താണ് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളിലെ പണം മുഴുവൻ സർക്കാർ മാഡം ദേവസ്വം വകുപ്പാണ് കേന്ദ്രത്തിൽ. അല്ലല്ല, ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദേവസ്വം വകുപ്പ് എന്നല്ല, ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നു എന്നുള്ള നിലപാടുണ്ട്. ഭക്തർക്ക് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പിന്നെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഉണ്ടാവുക. സുതാര്യമായ നടത്തിപ്പാണെന്നുണ്ടെങ്കിൽ ഭക്തർ എതിർക്കില്ലല്ലോ. സുതാര്യമായ നടത്തിപ്പ് ഇവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിലാണ് മുഖ്യമന്ത്രി അന്നത്തെ പ്രസംഗത്തിൽ ആ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് ചെലവഴിക്കുന്നത് എന്നുള്ളത്. ഏതായാലും നമ്മുടെ വിഷയം NSS ആയിരുന്നു. തീരുമാനം ഏകപക്ഷീയമോ എന്ന ചോദ്യത്തിന് ഏകപക്ഷീയമല്ല എന്ന് തന്നെയാണ് 3 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.